നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇത്തവണ ത്രികോണ മത്സരം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ കൂടി എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രചരണമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വളരെ സമൃദ്ധമായി, വളരെ ഭംഗിയായി, വളരെ ചിട്ടയോടുകൂടി തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കാടിളക്കിയുള്ള പ്രചരണമായി മുന്നേറുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് TG മോഹൻദാസ് പറയുന്നത്. AM ആരിഫിന് വേണ്ടി CPM-ഉം ഇടതു പാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കുള്ളിൽ മോദിയെക്കുറിച്ച് ഭയം നിറയ്ക്കുന്ന പ്രസംഗങ്ങൾ നടത്തി ആ വോട്ട് ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ ഉറപ്പിക്കാനും CPM ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇക്കുറി ശോഭയെ തടയാനാവില്ല എന്നാണ് TG പറയുന്നത്. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ശോഭ പോയപ്പോൾ കളക്ട്രേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ വൻ ജനക്കൂട്ടമായിരുന്നു. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളുമായിരുന്നു. ഇത് കോൺഗ്രസിനെയും CPM-നെയും വരെ ഞെട്ടിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് ചില ചാനലുകൾ ശോഭ 3ാം സ്ഥാനത്താകുമെന്ന രീതിയിൽ ബോധപൂർവം ചില സർവേകൾ നടത്തി ശോഭയുടെ ശോഭ കെടുത്താൻ നോക്കുന്നത് എന്നാണ് TGയുടെ വാദം. CPM-ന് സ്ഥിതി അത്ര ശോഭനമല്ല. G സുധാകരൻ ഇടഞ്ഞാണ് നിൽക്കുന്നത്. SDPA-ക്കാർ CPM-ൽ നേടിയ ആധിപത്യം ആരിഫിന് എതിരായ ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ആലപ്പുഴയിലെയും കായംകുളത്തെയും മുസ്ലിങ്ങൾ ലീഗുകാരാണ്. CPM-ന്റെ മോദിക്കെതിരായ വർഗീയ പ്രചരണം ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗുകാരെ പോലും മോദിക്ക് അനുകൂലമാക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. പ്രീതി നടേശനാണ് ശോഭയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. അതിനർത്ഥം വെള്ളാപ്പള്ളിയുടെ പിന്തുണയും ശോഭയ്ക്കുണ്ട് എന്ന് തന്നെയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം A+ മണ്ഡലമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയും ഇവിടേക്ക് എത്തിയേക്കുമെന്ന സൂചനകളും വരുന്നു. ഏതായാലും ആലപ്പുഴയിൽ ശോഭയുടെ പിന്തുണ ഏറുന്നതോടെ ചില ഇടതു മാധ്യമ പ്രവർത്തകർ ശോഭയെ വേട്ടയാടാനും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന്റെ സ്വത്തുവിവരം ഒരു വനിതാ മാധ്യമ പ്രവർത്തക പകപോക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. തന്റെ 2 ആൺമക്കൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക കൊണ്ടാണ് 2 സ്ഥലങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവതിയായ അമ്മയാണ് താനെന്ന് ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞതോടെ ആ വനിതാ മാധ്യമ പ്രവർത്തക അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. കേരളത്തിൽ വിജയയാത്ര എന്നതിൽ നിന്നും മാറി വിജയം ഉറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നിരിക്കുകയാണെന്നും ഇക്കുറി ആലപ്പുഴ ചരിത്രം കുറിക്കുമെന്നുമാണ് TG മോഹൻദാസ് പറയുന്നത്. ഏതായാലും ഒട്ടൊക്കെ ശരിയായ കാര്യം തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രനെ വ്യത്യസ്തയാക്കുന്നത് വളരെ ശക്തിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ മത്സരിക്കാൻ എത്തുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ അവർ ആറ്റിങ്ങലിലും ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ട് വർദ്ധിപ്പിച്ച ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവർ തന്നെയായിരുന്നു അവിടെ ഈ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. ഏതായാലും ഇതുവരെ മത്സരിച്ച എല്ലാ സ്ഥലത്തും വോട്ട് വർദ്ധിപ്പിച്ച പാരമ്പര്യമുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ഇക്കുറി ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ വിജയം കൈപ്പിടിയിൽ ഒതുക്കിയേക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ശോഭാ സുരേന്ദ്രന് അനുകൂലമായ സാഹചര്യമാണ് ആലപ്പുഴയിലുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയപ്പോൾ മുതൽ ഏതാണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. നല്ല ട്രെൻഡ്, ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള രീതിയിലേക്ക് ആലപ്പുഴയെ മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് ശോഭാ സുരേന്ദ്രന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വനിതകളുടെ സപ്പോർട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.